പ്രണയം അതൊരു മനോഹരമായ സ്വപ്നമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ആ സ്വപ്നം ഒരു പേടി സ്വപ്നമായി മാറാറുണ്ട്. സംശയം എന്ന ഭ്രാന്ത്. മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റം വിജനമായ ഒരു റബ്ബർ തോട്ടം. അവിടെ മരവിച്ച് കിടന്നത് 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളായിരുന്നു. എന്താണ് ആ രാത്രിയിൽ സംഭവിച്ചത്? ഒരു വെട്ടുകല്ലിൽ അവസാനിച്ച പ്രണയകഥയുടെ ചുരുളുകൾ നമുക്ക് അഴിക്കാം. സമയം ഉച്ച കഴിഞ്ഞ് 2:30. മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റം മണപ്പാട്ട് ചിറക്കഴിയിലുള്ള റബ്ബർ തോട്ടം. സാധാരണ ശാന്തമായി കിടക്കുന്ന ആ സ്ഥലം പെട്ടെന്നൊരു നിലവിളി കേട്ട് ഞെട്ടി. അസഹനീയമായ ദുർഗന്ധം പരന്നതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയ കേറ്ററിംഗ് തൊഴിലാളികൾ കണ്ടത് നടുക്കുന്ന ആ കാഴ്ചയാണ്. ദിവസങ്ങൾ പഴക്കമുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതം. അതൊരു വെറും മരണമായിരുന്നില്ല, അതൊരു ക്രൂര കൊലപാതകമായിരുന്നു. കൊല്ലപ്പെട്ടത് 19-കാരി ചിത്രപ്രിയ. ബാംഗ്ലൂരിൽ ഏവിയേഷൻ പഠിച്ച് ആകാശത്തോളം സ്വപ്നം കണ്ട് നടന്ന പെൺകുട്ടി. ആരാണ് ചിത്രപ്രിയയെ കൊന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം തേടി പോലീസ് എത്തുന്നത് അലൻ എന്ന യുവാവിലേക്കാണ്. ബിൽഡിംഗ് തൊഴിലാളിയായ അലനും ചിത്രപ്രിയയും വർഷങ്ങളോളം പ്രണയത്തിലായിരുന്നു. പക്ഷേ ആ പ്രണയത്തിനിടയിൽ വിള്ളലുകൾ വീണു തുടങ്ങിയത് ചിത്രപ്രിയ പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയതോടുകൂടിയാണ്. തന്നിൽ നിന്ന് അകന്നുപോയ കാമുകിക്ക് മറ്റാരോടോ അടുപ്പമുണ്ടെന്ന സംശയം അലൻ്റെ മനസ്സിനെ ഒരു വിഷപ്പാമ്പിനെ പോലെ കുത്തിവലിച്ചു. അവളെ നിരീക്ഷിക്കാൻ അവൻ ബാംഗ്ലൂർ വരെ പോയി. ഫോൺ കോളുകൾ പരിശോധിച്ചു. സംശയം ഒരു ഭ്രാന്തായി മാറുകയായിരുന്നു. ശനിയാഴ്ച ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ചിത്രപ്രിയ നാട്ടിലെത്തുന്നു. അലനോടൊപ്പം അവൾ ഉത്സവം കണ്ടു. എന്നാൽ വൈകുന്നേരം കടയിലേക്കെന്ന് പറഞ്ഞ ചിത്രപ്രിയ പിന്നെ തിരിച്ചു വന്നതേയില്ല. ഞായറാഴ്ച രാവിലെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. അലനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് അവളെ രാത്രി 2 മണിക്ക് വീടിനടുത്ത് ഇറക്കി വിട്ടുവെന്നാണ്. പക്ഷേ പോലീസിനത് വിശ്വാസമായില്ല. കാരണം അത്രയും വൈകി കാമുകിയെ വഴിയിൽ ഇറക്കി വിട്ടിട്ടും അവൾ വീട്ടിലെത്തിയോ എന്ന് പിറ്റേന്ന് തിരക്കാൻ പോലും അലൻ തയ്യാറായില്ല. അവിടെയാണ് പോലീസ് ആ നിർണായക തെളിവ് കണ്ടെത്തിയത്. ഒരു CCTV ദൃശ്യം. ഞായറാഴ്ച പുലർച്ചെ അലൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് പോകുന്ന ചിത്രപ്രിയ. അതായിരുന്നു അവളുടെ അവസാന യാത്ര. ഒടുവിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അലൻ സത്യം തുറന്നു പറഞ്ഞു. ആ രാത്രി റബ്ബർ തോട്ടത്തിലെ കൂരിരുട്ടിൽ അവർ തനിച്ചായിരുന്നു. ചിത്രപ്രിയയുടെ ഫോണിൽ മറ്റൊരു യുവാവിനോടൊപ്പമുള്ള ഫോട്ടോ അലൻ കണ്ടു. സംശയം സിരകളിൽ ആളിക്കത്തി. വാക്കേറ്റം, ബഹളം. ഒടുവിൽ നിയന്ത്രണം വിട്ട അലൻ തറയിൽ കിടന്ന ഒരു വെട്ടുകല്ലെടുത്ത് തലക്കടിച്ചു. തലയ്ക്ക് പിന്നിലേറ്റ ആഘാതത്തിൽ ചിത്രപ്രിയ വീണു. പിടയുന്ന ആ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് അവൻ ഇരുട്ടിലേക്ക് മറഞ്ഞു. സംശയം അത് സ്നേഹത്തേക്കാൾ ശക്തമാകുമ്പോൾ മനുഷ്യൻ മൃഗമാകുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഇപ്പുറത്തെ കൈവിലൊന്നുമായി അലൻ നിൽക്കുന്നു. ഒരു നിമിഷത്തെ ദേഷ്യം അല്ലെങ്കിൽ അനാവശ്യമായ ഒരു സംശയം തകർത്തത് 2 ജീവിതങ്ങളാണ്.